ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്ലീഹാ നോമ്പിന്റെ 12-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 178-ാമത്തെ ദിവസമാണ്. 549-ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം 13 നോമ്പിൻ്റെ 12-ാം ദിവസത്തിലൂടെ നാം കടന്നു പോകുന്നു. എന്നാൽ 13-ാമത്തെ ദിവസം കൂടി ഇന്ന് ആഡ് ചെയ്യുന്നതിന് കാരണം 28-ാം തീയതി ഞായറാഴ്ചയാണ്. അന്ന് പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 5-ാമത്തെ ഞായറാഴ്ചയും ആരാധന വർഷത്തിലെ 35-ാമത്തെ ഞായറാഴ്ചയും ആയതിനാൽ അന്നത്തെ ഏവൻഗേലിയോനെ ആസ്പദമാക്കി അന്ന് പ്രഭാതവചനം ഇടുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇന്ന് 12, 13 ദിവസങ്ങളിലെ സ്ലീഹന്മാരുടെ ആ ഓർമ്മയെ, ആ സ്ലീഹന്മാരെ ഓർത്ത് നമ്മൾ ഈ നോമ്പ് ആചരിക്കുന്നത് രണ്ടും കൂടി ചേർത്ത് ഇന്ന് ഇടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. സ്ലീഹാ നോമ്പിന്റെ 12-ാമത്തെ ദിവസം ജൂൺ 27, വിശുദ്ധ തോമാസ് സ്ലീഹ. വിശുദ്ധ തോമാസ് സ്ലീഹായ്ക്ക് ദിദിമോസ് ഇരട്ട എന്നും യഹൂദ എന്നും 2 പേരുകൾ കൂടി ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരനായ അദായിയോടുകൂടി ഇരട്ട പിറന്നവൻ എന്ന അർത്ഥത്തിലാണ് തനിക്ക് ആ പേരുണ്ടായതെന്നും, അല്ല അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾ ചേർന്നിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെട്ടതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ചുരുക്കത്തിൽ യഹൂദ എന്നുള്ളത് തൻ്റെ 1-ാമത്തെ നാമവും തോമസ് 2-ാം നാമവും ആയിരുന്നു. അദ്ദേഹം ഗലീല ദേശക്കാരനായിരുന്നു. യോഹന്നാൻ 11:16 പറയുന്നു, തോമാസ് സ്ലീഹ യേശുവിനോടൊപ്പം മരിക്കേണ്ടതിന് അവനോടൊപ്പം യഹൂദിയയിലേക്ക് പോകാൻ തയ്യാർ ആയി എന്നാണ്. തോമാസ് സ്ലീഹായ്ക്ക് വേണ്ടി യേശു ശിഷ്യന്മാരുടെ നടുവിൽ 2-ാമതും പ്രത്യക്ഷനായി. തോമാസ് സ്ലീഹ കുറെ കാലം പാലസ്തീനിൽ സുവിശേഷം അറിയിച്ചു. അതിനുശേഷം ഇന്ത്യയിലെത്തി. AD 52 മാർത്തോമാ സ്ലീഹ കേരളത്തിൽ തീരെ തുറമുഖമായ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി എന്നാണ് കരുതുന്നത്. മലങ്കരയിൽ അദ്ദേഹം കൊല്ലം, കൊടുങ്ങല്ലൂർ, പാലൂർ, പറവൂർ, ഗോക്കമലക്കളം, ചായൽ, നിരണം എന്നീ 7 സ്ഥലങ്ങളിൽ പള്ളി സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഫലപ്രദമായ സുവിശേഷ പ്രവർത്തനം നടത്തി. മലങ്കരയിൽ നിന്നും തോമാസ് സ്ലീഹ ചൈനയിലും പോയി സുവിശേഷം അറിയിച്ചു. അവിടെ നിന്നും മദ്രാസിനടുത്ത് ഉള്ള മൈലാപ്പൂരിലെത്തി. അവിടെ വെച്ച് മതഭ്രാന്തന്മാരായ ക്രൈസ്തവ വിരോധികൾ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. AD 72 ഡിസംബർ 18-ാം തീയതി ആണ് കുന്തമേറ്റത്. എന്നാൽ സ്വർഗവാസം ചെയ്തത് 21-ാം തീയതിയാണ് എന്ന് പാരമ്പര്യം ഉണ്ട്. അതല്ല, ജൂലൈ 3-ാം തീയതിയാണ് മാർത്തോമായുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നവരും ഉണ്ട്. ഭൗതിക ശരീരം മൈലാപ്പൂരിലെ കലാമിന പട്ടണത്തിനരികെ ചിന്ന മലയിൽ സംസ്കരിക്കപ്പെട്ടു. AD 394 തോമാസ് സ്ലീഹയുടെ തിരുശേഷിപ്പുകൾ ഇന്ത്യയിൽ നിന്നും എഡേസ ഉർഹായിലേക്ക് കൊണ്ടുപോയി. പിൽക്കാലത്ത് അവിടെ നിന്നും മൂസയിൽ കൊണ്ട് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നു. 13-ാമത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് സ്ലീഹാ നോമ്പിന്റെ 13-ാം തീയതി ജൂൺ 28 വിശുദ്ധ പൗലോസ് സ്ലീഹായെ സ്മരിച്ചുകൊണ്ടാണ് അന്നേ ദിവസം നാം 13 നോമ്പ് ആചരിക്കുന്നത്. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനല്ല എങ്കിലും ജാതികളുടെ അപ്പോസ്തലത്വത്തിലേക്ക് ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവനും ഗലാത്യ 1:1 ആ ദൗത്യം അതുല്യമായ നിലയിൽ നിർവഹിച്ച സ്ലീഹാഗണത്തിൽ പ്രമുഖനായി അംഗീകരിക്കപ്പെട്ടവനും ആണ് വിശുദ്ധ പൗലോസ്. ഏഷ്യൻ ഭാഗത്ത് കിലിക്യ പ്രദേശത്തെ തർസോസിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച ഒരാളായിരുന്നു ശൗൽ എന്ന പൗലോസ്. ഗലീലയിൽ നിന്നും തർസോസിലേക്ക് കുടിയേറി പാർത്തതാകാം എന്നാണ് കരുതുന്നത്. അതായത് ഗലീലയിൽ നിന്നും തർസോസിലേക്ക് കുടിയേറി പാർത്തതാകാം എന്നാണ് കരുതുന്നത്. തർസോസിൽ ജനിച്ചതുകൊണ്ട് ശൗൽ റോമ പൗരത്വത്തിന് അർഹനായിരുന്നു. ശൗൽ വിദ്യാസമ്പന്നനായിരുന്നു. ശൗലിന്റെ മാനസാന്തരവും പൗലോസ് ആയി മാറിയതും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പൗലോസ് 3 മിഷണറി യാത്രകൾ ചെയ്തിട്ടുണ്ട്.
എന്നുള്ള വിവരവും അപ്പോസ്തല പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്നത്തെ മിഷനറി ഈ യാത്രയെക്കുറിച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ മിഷനറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 13, 14 അധ്യായങ്ങളിലും, രണ്ടാമത്തെ മിഷനറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 15 അധ്യായം 35 മുതൽ 18 അധ്യായം 22 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ മിഷനറി യാത്ര എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 23 മുതൽ 21 അധ്യായം 16 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസിന്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് പല ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് വിശുദ്ധ പൗലോസ് AD 67 നീറോ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം റോമിൽ വെച്ച് ശിരച്ഛേദനം ചെയ്യപ്പെട്ടുവെന്നാണ്. വിശുദ്ധ പൗലോസിന്റെ രക്തസാക്ഷിത്വ ദിനമായി സഭ ആചരിക്കുന്നത് പരിശുദ്ധ പത്രോസ് ശ്ലീഹായോടൊപ്പം ആണ്. രണ്ടുപേരും ഒരേ ദിവസം രക്തസാക്ഷിത്വം വഹിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ എല്ലാം തന്നെ പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഉൾപ്പെടുത്തിയതിലും ഗ്രന്ഥകർത്തൃത്വത്തെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം എബ്രായർക്കെഴുതിയ ലേഖനം പൗലോസ് ശ്ലീഹായാണ് എഴുതിയതെന്ന് 2-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ സഭ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഉള്ള വേദപണ്ഡിതന്മാരുടെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതോ യഹൂദ പണ്ഡിതൻ ആണ് എബ്രായർക്കെഴുതിയ ലേഖനം എന്ന് ആണ്. എന്തായാലും അത് ഇതുവരെയായിട്ടും ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതും സത്യം തന്നെ. എന്നാൽ ജാതികളുടെ അപ്പോസ്തലനായിട്ട് വന്ന പൗലോസ് ശ്ലീഹ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന, അതായത് പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്ന ആ 13 പുസ്തകങ്ങളിലൂടെ നമുക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായി മുമ്പോട്ട് ജീവിക്കത്തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നാം ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിന് സാധ്യമാകും. അതിനായിട്ട് ഈ 13 നോമ്പ് നമുക്ക് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 13 ദിവസം 13 ശ്ലീഹന്മാരെ ഓർത്തുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് നാം 13 നോമ്പ് നോക്കുന്നു. ആ 13 നോമ്പ് നാം ശരിയായ രീതിയിൽ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ രീതിയിൽ നോക്കുന്നുവെങ്കിൽ നാം ഒരു കാരണവശാലും നല്ലൊരു ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് വഴുതി മാറുകയില്ല. ആകൽ ക്രിസ്തായാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ കാര്യസ്ഥൻ്റെ ഗൈഡൻസിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നാം സത്പ്രവൃത്തികൾ ചെയ്യുകയും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുകയും, അതായത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.